ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷഫീന ബീവിക്കെതിരെ ആദ്യമായിട്ട് പ്രതികരണവുമായി മഞ്ജു പിള്ള എത്തിയിട്ടുണ്ടായിരുന്നു. ദിയ സുജിത്ത് ഇന്നലെ ഇട്ട ഒരു വീഡിയോയിലായിരുന്നു, അവരുടെ ഒരു വ്ലോഗ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് മഞ്ജു പിള്ള പ്രതികരിച്ചത്. വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയാം. ഷഫീന ബീവി എന്ന വ്ളോഗർ ഒരു 1 വീക്ക് മുമ്പ് അവരുടെ ചാനലിൽ ദിയ സുജിത്തിൻ്റെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് പേർക്ക് അഭിപ്രായത്തോട് വിയോജിപ്പും യോജിപ്പും ഉണ്ടായിരുന്നു. അതായത് അവർ അതിൽ ഉപയോഗിച്ച ഭാഷ അത് കുറച്ച് ഹാർഡായിരുന്നു, അത് ചിലർക്കൊന്നും ദഹിക്കുന്നില്ലായിരുന്നു. ഞാനും പേഴ്സണലി ആ വീഡിയോയോട് യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ ഭാഷ എനിക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെതിരെയാണ് മഞ്ജു പിള്ള പ്രതികരിച്ചത്. അപ്പം അവർ ഇന്നലെ ഇട്ട വ്ളോഗിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സർപ്രൈസ്. അമ്മ എന്തിനാ അമ്മ ഇവിടെ മുംബൈയിലേക്ക് വന്ന്? നിന്റെ പ്ലേ ഇല്ലേ? നിന്റെ പ്ലേ കാണാൻ വന്നു? അതോ എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണ്? അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല, കുറച്ച് പുല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ കാലിത്തീറ്റ, മറ്റേ പഴങ്കഞ്ഞിയും മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിൽ പിടിച്ച് കെട്ടിയിടും. സോ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ആക്ച്വലി എന്താ പറയുന്നുണ്ട്, എനിക്കിതൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും, അല്ലെങ്കിൽ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം എനിക്ക് അതിനെക്കാട്ടിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിൻ്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടെ നിന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ, മക്കളെ സപ്പോർട്ട് ചെയ്യുക. മഞ്ജു പിള്ള മകളെ കയറൂരി വിട്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഷഫീന ബേബി തൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ദിയ സുജിത്ത് ഇന്നലെ ഇട്ട വീഡിയോയിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് അവർക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് അവർ ക്ലിയർ ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടി ഇവിടെ വയ്ക്കാം. ജനുവരി സാർ തലേക്ക് ഇവിടെ ഇങ്ങനെ വേദനിക്കുന്നു, കയർ കിട്ടാത്തതുകൊണ്ട്. എന്തോ കയറോ? കയറ് കിട്ടിയില്ല, ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേന്നു. അല്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അല്ല, അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും കേട്ട്. തമാശ അല്ല കേട്ടോ, നിങ്ങൾ സീരിയസ് എടുക്കണം. ദിസ് ഇസ് നോട്ട് ഫണി. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എനിവേ, ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ദാറ്റ് വി ഗോണ ടോക്ക് അബൌട്ട് ഹൗ വി ഫീൽ അബൌട്ട് സർട്ടൻ ugly stuff. വേർഡ്സ് ഫ്രം മഞ്ജു പ്ലേസ് മൗത്ത്. അപ്പോൾ നമുക്ക് മഞ്ജു പിള്ളയോട് തന്നെ ചോദിക്കാം എന്താണെന്ന്. ഞാൻ അങ്ങോട്ട് വരണോ? ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മഞ്ജു പിള്ളേ, ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും, എൻ്റെ ഫാൻസിനും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ. അതാണ് ഞാൻ സപ്പോർട്ടേഴ്സ്. അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടില്ല, നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം, നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. യൂസ്ലെസ് സ്റ്റഫ്, ബട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവില്ല. ഒരു വേദന, നോട്ട് എന്താ പറയുക, പേടി അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനെതിരെയാണ് മഞ്ജു പിള്ള പ്രതികരിച്ചത്. അപ്പം അവർ ഇന്നലെ ഇട്ട വ്ളോഗിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. വസ്ത്രധാരണം എന്ന് പറയുന്നത് തികച്ചും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ നമുക്ക് വേറൊരാൾക്ക് കൈകടത്താനുള്ള ഒരു അവകാശം ഇല്ല. ദിയ സുജിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി നല്ല ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പിന്നെ അവരുടെ വ്ളോഗൊക്കെ കാണുമ്പോഴും നമുക്കറിയാം, ഭയങ്കര സിമ്പിളാണ് ആൾ, പക്ഷെ എന്നാൽ അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത്യാവശ്യം ബോൾഡായിട്ടുള്ള പെൺകുട്ടികളെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.